ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ലൊരു കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് സേമിയ, നമ്മുടെ ഉപ്പുമാവ് സേമിയൊക്കെ ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലെ റവ നിങ്ങൾക്ക് വറുത്തോ വറുക്കാതെയോ ഉപയോഗിക്കാം. അതുപോലെ ഒരു അര കഷ്ണം സവാള അരിഞ്ഞതും ഒരു കുറച്ച് കാഷ്യൂനട്ട്സും അതുപോലെ റൈസിൻസും എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ഉപയോഗിക്കാവേ. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, കുറച്ച് മാത്രമേ ഞാൻ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് നമുക്കിതാ ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മളിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതാ കടുക് പൊട്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പരിപ്പും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് കാഷ്യൂനട്ട്സും റൈസിൻസും കൂടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. അതുവരയ്ക്കും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ ഞാൻ ഉഴുന്നുപരിപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഉഴുന്നുപരിപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ. ഉഴുന്നുപരിപ്പ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ അത്യാവശ്യം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായി മൂത്ത് വന്നു. ഇനി നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കും. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളും എല്ലാം തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതിയായിരിക്കും. ഇപ്പം നമ്മളിതാ ചേർത്ത് കൊടുത്ത സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമ്മളിതിലേക്ക് മണത്തിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അര കപ്പ് റവയും 1/4 കപ്പ് സേമിയയ്ക്കും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ചു. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് മാത്രമല്ല, നമ്മളൊരു ചെറിയ പിഞ്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് കേട്ടോ. അപ്പോൾ സേമിയയ്ക്ക് കുറച്ചൊരു ഇത്തിരി വേവ് അധികം ഉള്ളതിനെ കൊണ്ട് നമ്മളിതാ ഇത്തിരി സേമിയ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് റവയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് സേമിയനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് റവ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് റവ ചേർത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ടയായി പോവും. അപ്പോൾ ഇതാ സെയിം ഉപ്പുമാവിൻ്റെ അതേ പ്രൊസീജിയർ ആണെങ്കിൽ കൂടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കിച്ചടി എന്ന് വിളിക്കാം. അതുതന്നെയാണ് റവയും സേമിയയും കൂടെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ റവയും സേമിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഒരു മിനിറ്റ് കൂടെ നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി ഞാനിതിനെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കിച്ചടി എന്ന് പറയുന്ന ഐറ്റം ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക? അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും അവസാനമാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഇടയ്ക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊതുക്കി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കാത്തത്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ചെറുതായിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉലർത്തി എടുക്കണം. അപ്പോൾ നമ്മുടെ കല്യാണ വീട്ടുകളിലൊക്കെ വിളമ്പുന്ന കല്യാണ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.